ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ നമ്മുടെ EDU 08-ലെ യൂണിറ്റ് 5-ൻ്റെ ലാസ്റ്റ് കുറച്ച് പോർഷൻസാണ് ലെസൺ നോട്ട്സായിട്ട് വീഡിയോസായിട്ട് ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതിൻ്റെ കൺസ്ട്രക്ഷൻസൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മളൊരു ടീച്ചർ മെയ്ഡ് ടെസ്റ്റാണ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിന് അതിൻ്റേതായ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷേ ആ ലെവലിലേക്ക് നമുക്ക് നമ്മുടെ ടീച്ചർ മെയ്ഡ് ടെസ്റ്റിനെ മാറ്റണമെങ്കിൽ അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക് അതാണ്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്നോ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് എന്നോ ചോദിക്കാം. ഇത് പാർട്ട് സിയിലും പാർട്ട് ഡിയിലും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഓരോ ക്വാളിറ്റീസും പാർട്ട് എയിലും ബിയിലും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓരോ ക്വാളിറ്റി എടുത്തിട്ട് അതേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്കപ്പോൾ നോക്കാം. ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് മെയിനായിട്ട് കോമൺ ആയിട്ട് പറയപ്പെടുന്ന 9 ക്വാളിറ്റീസാണ്. ഒബ്ജക്റ്റിവിറ്റി, ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്, കോംപ്രഹെൻസീവ്നെസ്, വാലിഡിറ്റി, റിലയബിലിറ്റി, ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, പ്രാക്ടിക്കബിലിറ്റി, കമ്പയറബിലിറ്റി ആൻഡ് യൂട്ടിലിറ്റി. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് എന്നുള്ള വാക്ക് ഓർത്താൽ മതി. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു പേഴ്സണൽ ബയസസും ഇല്ലാതെ ഒരു സ്കോറിങ് നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുക. അതാണ് നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്, സബ്ജക്റ്റീവ് ആകാതെ. അപ്പോൾ പരീക്ഷയ്ക്കും അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ കേസിൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ആരാണോ ഇവാലുവേറ്റ് ചെയ്യുന്ന അയാൾക്ക് ഒരു പേഴ്സണൽ ബയസ് വരാത്ത രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുകയാണെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി നമുക്ക് കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് 2 ഉത്തരങ്ങളുണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അതും ശരി ഇതും ശരി എന്നുള്ളൊരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റീവാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിന് സാധാരണ ചെയ്യുക, ഒബ്ജക്റ്റിവിറ്റി കൂട്ടാൻ വേണ്ടി സാധാരണ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ് കൂട്ടുക. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഐറ്റംസ് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അതായത് വൺ വേർഡോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുക. അപ്പോൾ അതിന് ഒരൊറ്റ ഉത്തരമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കതിൽ തെറ്റ് വരാനില്ല. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ഹു ഈസ് ദ ഫാദർ ഓഫ് നേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഹാത്മാഗാന്ധി എന്ന് ക്വസ്റ്റ്യൻ ഉള്ളൂ. പക്ഷേ അതേ ക്വസ്റ്റ്യൻ തന്നെ വൈ യു സേ ദാറ്റ്, അല്ലെങ്കിൽ വൈ മഹാത്മാഗാന്ധി ഈസ് കോൾഡ് ഫാദർ ഓഫ് നേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ അതൊരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയി പോകും. കാരണം പലർക്കും പലത് എന്തായാലും ചിലപ്പോൾ ശരിയായിരിക്കാം. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിവിറ്റി കൂട്ടണമെങ്കിൽ അതിന് വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ നെയിം ദ ഫോളോയിങ്, മാച്ച് ദ ഫോളോയിങ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ് കൂട്ടുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറെ മോഡൽ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗേൾ ബോയ് എഴുതി കഴിഞ്ഞിട്ട് അടുത്തത് ഡേ, പിന്നെ ഗേൾ വരയിട്ടിട്ട് ബോയ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് ഹൈഫൻ വോട്ട്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം, ഗേൾ ബോയ് പോലെ തന്നെയാണ് നൈറ്റ് കഴിഞ്ഞിട്ട് എഴുതുന്നത്. അപ്പോൾ ഗേളിൻ്റെ ഓപ്പോസിറ്റ് ബോയ് ആണ്, ഇപ്പം നൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഡേ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ മോഡൽ ആൻസേഴ്സ് ഓൾറെഡി കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒബ്ജക്റ്റിവിറ്റി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്തും. അപ്പോൾ നമുക്കത് പറയാൻ പറ്റും, ഇതാണ് ഏറ്റവും നല്ലൊരു. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എസ്സേക്കൊക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് അറിയാം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ഒരു ചോദ്യമാണെങ്കിൽ നമുക്ക് പരീക്ഷയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഏകദേശം ഉത്തരം അല്ലെങ്കിൽ നമുക്ക് മാർക്ക് പറയാൻ പറ്റും, എനിക്ക് ഇത്ര മാർക്ക് കിട്ടി, കാരണം ഒന്നുകിൽ തെറ്റ് അല്ലെങ്കിൽ ശരി, അത്രയല്ലേ ഉള്ളൂ. അതേസമയം നമുക്കൊരു എസ്സേ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ തന്നേക്കണമെന്ന് വെച്ചോ, നമ്മൾ മുഴുവൻ എഴുതിയാലും നമുക്ക് ഉറപ്പില്ല നമുക്ക് 30 മാർക്ക് കിട്ടുമെന്ന്. കാരണം അത് സബ്ജക്റ്റീവായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, വളരെ ക്ലീനായിട്ട് അല്ലെങ്കിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് സ്കോറിങ് നടത്താൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. എന്ന് വെച്ച് നമുക്ക് ഒബ്ജക്റ്റീവ് മാത്രമായിട്ട് നടത്താൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിലെ എക്സാമിൻ്റെ കേസസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം, പലപ്പോഴും വലിയ ക്വസ്റ്റ്യൻസ് 1, 2, 3 ചെറിയ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇടുന്നത്. അതായത് ഇപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യനെ 3-4 ചെറിയ ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടിടും. അപ്പോഴും നമുക്ക് കുറച്ചും കൂടെ ഒബ്ജക്റ്റീവ് ആകാൻ പറ്റും. അപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു പടം, ഒരു ഫ്ലവറിൻ്റെ പടമാണെന്ന് വെച്ചോ, ആ പടം കൊടുത്തിട്ട്
പല കാര്യങ്ങളും നമുക്കത് ആ പടത്തിനെ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എസ്സേ ആയി പോകും. അപ്പോൾ എല്ലാവരും വിടുന്നില്ല. അപ്പോൾ നമ്മൾ ആ പടം കൊടുത്തു കഴിഞ്ഞിട്ട് ലൊക്കേറ്റ് ദ റൂട്ട് അല്ലെങ്കിൽ വാട്ട് ഓൾ തിങ്സ് യു ക്യാൻ സീ ഇൻ ദ ഷൂട്ട് ഓഫ് ദ പ്ലാന്റ്. ഷൂട്ട് എന്ന് വെച്ചാൽ റൂട്ടിൻ്റെ മുകളിൽ കാണണം. അപ്പോൾ ആ കുട്ടിക്ക് അത് വളരെ കറക്റ്റായിട്ട് ടെക്സ്റ്റ് ആ പടത്തിൽ നിന്ന് നോക്കിയിട്ട് എഴുതാൻ പറ്റും. അതിനകത്ത് ചിലപ്പം സീഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബഡ്സ് ഉണ്ടാവും, ലീവ്സ് ഉണ്ടാവും, തോൺസ് ഉണ്ടാവും, ബ്രാഞ്ചസ് ഉണ്ടാവും, സ്റ്റെം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ നമുക്ക് എത്രമാത്രം ഒബ്ജക്റ്റീവ്, വലിയ ക്വസ്റ്റൻ ആണെങ്കിൽ പോലും അതിനെ എത്രമാത്രം ഒബ്ജക്റ്റീവ് ആക്കാൻ പറ്റുമോ അത്രമാത്രം ഒബ്ജക്റ്റീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിവിറ്റി കൂട്ടാം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ വലിയ ക്വസ്റ്റ്യൻസിന് 3-4 സബ് ക്വസ്റ്റ്യൻസ് ആക്കി എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ് ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്. ഇത് മാറിപ്പോകരുത്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂട്ടുക എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ലേണിംഗ് ഔട്ട്കംസ് അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എഴുതിയിട്ടാണ് നമ്മളൊരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതേ ലേണിംഗ് ഔട്ട്കംസിനെ തന്നെ ബേസ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതാണ് ദ ചൈൽഡ് റിമെമ്പേഴ്സ് the name given to മഹാത്മാഗാന്ധി. അപ്പോൾ ഫാദർ ഓഫ് നേഷൻ എന്നാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പോയി പറയണം ഫാദർ ഓഫ് നേഷൻ മഹാത്മാഗാന്ധി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഓർത്തിരിക്കണം എന്നാണല്ലോ. അപ്പോൾ നമുക്ക് എന്താ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുള്ളൂ? ആ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് ഹൂ ഈസ് റിഗാർഡഡ് ആസ് ഫാദർ ഓഫ് നേഷൻ, അല്ലാണ്ട് വേറൊന്നും അതിന് ചോദിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തോ ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണോ നമ്മൾ ക്ലാസ് നടത്തിയത് അതേ ഒബ്ജക്റ്റീവ് വെച്ചിട്ട്. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റീവും നമുക്ക് ചിലപ്പോൾ നോക്കാൻ പറ്റില്ല, കാരണം കുറേ ഒബ്ജക്റ്റീവ്സ് എല്ലാം നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അതിൽ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണോ എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് നോക്കിയിട്ട് അതേ രീതിയിലാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഇടാൻ പറ്റുള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പഠിപ്പിച്ചത് അതേ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സേ ചോദിക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ പഠിപ്പിക്കരുത്. കാരണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇടാൻ പറ്റുള്ളൂ. ഇനി മെറിറ്റ്സ് പഠിപ്പിക്കണമെന്ന് ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ടാവണം. അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അപ്പോൾ അതാണ് ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഉള്ളത് എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞ്, അപ്പോൾ അതിനാണ് നമ്മൾ എക്സാം കൺസ്ട്രക്ഷൻ്റെ അവസാനം ഒബ്ജക്റ്റീവ് വൈസ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തത്. ഓരോ ക്വസ്റ്റിനും ഏത് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ്, ഏത് കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ആ ലെസൺ പ്ലാൻ എടുത്ത് നോക്കിയാൽ അതിനകത്ത് അങ്ങനെ കാണണം. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ അബൌട്ട് ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് തിങ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലെസൺ ഏതെങ്കിലും, അതായത് ആ പഠിപ്പിച്ചാൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. അല്ല വാട്ട് ഇസ് എ ലിവിങ് സിസ്റ്റം എന്ന് മാത്രം ചോദിച്ചിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ് എപ്പോഴും ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്സും ഒബ്ജക്റ്റിവിറ്റിയും എന്താണെന്ന് പരീക്ഷയ്ക്ക് 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട്സ് ദ ഡിഫറൻസ് എന്നാണ്. 2 ഡിഫറൻസാണ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുള്ളൂ എന്നാണ്. 3-ാമത്തെയാണ് കോംപ്രിഹെൻസീവ്നെസ്. അത് പേരിൽ തന്നെ അറിയാം. ഹോൾ സിലബസ് നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫുൾ ചാപ്റ്ററിൻ്റെ എടുക്കണമെങ്കിൽ ചിലപ്പോൾ 10 ലെസൺ പ്ലാൻ ഉണ്ടെങ്കിൽ 10 ലെസൺ പ്ലാനിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവണം. എന്നുകൊണ്ട് എല്ലാത്തിൽ നിന്നും ഒരേ മാർക്ക് ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നിന്നൊക്കെ ഒരു മാർക്കേ ചോദിക്കാനുണ്ടാവുമായിരിക്കുള്ളൂ. പക്ഷേ ഒരു ചോദ്യമെങ്കിലും ഒരു ലെസൺ പ്ലാനിൽ നിന്ന് ഉണ്ടാകണം. അപ്പോഴാണ് എല്ലാ സിലബസും കവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ലെസൺ പ്ലാനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ 1-2 ലെസൺ പ്ലാനും കൂടെ കൂടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും മതി. ഇപ്പോൾ നമ്മൾ എസ്സേക്കൊക്കെ അറിയാമല്ലോ, ചിലപ്പോൾ ഒരു ലെസൺ പ്ലാനിൽ നിന്നല്ല നമ്മൾ എടുക്കുക, 3-4 ലെസൺ പ്ലാനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. എന്തായാലും ഒരു ലെസൺ പ്ലാനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. ഓരോ ലെസൺ പ്ലാൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അത് തന്നെ ഒബ്ജക്റ്റീവ്സ് മെറ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അതിനെയാണ് നമ്മൾ കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറയുന്നത്. ഇനി 4-ാമത്തെയാണ് വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പരീക്ഷയാണോ നടത്തുന്നത് അത് മെഷർ ചെയ്യാനായിരിക്കണം നമ്മൾ ആ പരീക്ഷ നടത്തേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കുട്ടിയുടെ
മാത്തമാറ്റിക്കൽ സ്കില്ലാണ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും നടത്തേണ്ടത് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്സ് 2 രീതിയിൽ നമ്മൾ നടത്തേണ്ടി വരും. അതായത് മാത്തമാറ്റിക്കൽ തിയറി അറിയാനും മാത്തമാറ്റിക്കൽ സ്കില്ല് അറിയാനും. സ്കില്ല് അറിയാനാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യിക്കുന്നത്. തിയറി അറിയാനാണ് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഷോ ദാറ്റ്, പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനാണോ സെറ്റ് ചെയ്യുന്നത് അതിന് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അതിൽ ഇടാൻ പാടുള്ളൂ. അത് കുറേയും കൂടെ അതും കുറേയും കൂടെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് പാർട്ട് തിരിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തോരം ഈ പറഞ്ഞ പോലെ നോളജ് ലെവൽ ഉണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് റിമെമ്പറിങ് ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ പാർട്ട് എയിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കുറച്ച് ഹയർ ഓർഡർ ഒക്കെ ആയിരിക്കും ഷോർട്ട് ആൻസറിൽ ചോദിക്കുക. വളരെ ഹയർ ഓർഡർ അല്ലെങ്കിൽ അപ്ലൈയിങ്, സിന്തസൈസിങ്, വാലുവേറ്റിംഗ്, ജഡ്ജിങ് എന്നുള്ളൊരു സംഭവമൊക്കെ ആയിരിക്കും നമ്മൾ എസ്സേയിൽ ചോദിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ നമ്മൾ ചോദിക്കുന്നത് എന്നുള്ളതാണ്. പലതരത്തിലുള്ള വാലിഡിറ്റി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറില്ല കേട്ടോ. ഓപ്പറേഷണൽ വാലിഡിറ്റി, അതായത് നമ്മൾ എന്തിനാണോ ഈ പരീക്ഷ നടത്തുന്നത് ആ പരീക്ഷ നടത്താനുള്ള അല്ലെങ്കിൽ ആ കാര്യം ടെസ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണോ നമ്മളിവിടെ ചോദിക്കുന്നത് എന്നുള്ളതാണ് ഓപ്പറേഷണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കുട്ടിയുടെ ഡ്രോയിങ് സ്കില്ലാണ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഡ്രോ ദ ലേബൽ ഡയഗ്രം ഓഫ് എ പ്ലാന്റ് എന്ന് തന്നെ ചോദിക്കണം. അല്ലാണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ പറയുവാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡ്രോയിങ് സ്കില്ല് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചേക്കണതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്പ്ലനേഷൻ ഓക്കെ ആയിരിക്കാം, അതൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഡ്രോയിങ് സ്കിൽസ് ആണ്, ഇറ്റ് ഷുഡ് ബി ഡ്രോയിങ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ റെക്കഗ്നൈസിങ് ആണെന്ന് വെച്ചോ, റെക്കഗ്നൈസിങ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഈ ഒരു പ്ലാന്റിൻ്റെ പടം കൊടുത്തിട്ട് ഇതിൽ 3-4 ABCD എന്നൊക്കെ നമ്മൾ ലേബലിങ് വെറുതെ ഇട്ടിട്ട് ഫൈൻഡ് ABC അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അത് റെക്കഗ്നൈസിങ് ആണ്, പക്ഷേ അത് ഡ്രോയിങ് അല്ല. അപ്പോൾ നമ്മൾ ഓപ്പറേഷണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണോ ആ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണ്, നമ്മളിപ്പോൾ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. പിന്നെ മീൻ കണ്ടുപിടിക്കാനുള്ളൊരു പരീക്ഷ ഒരു പ്രോബ്ലം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. എന്താണ്, ഒന്ന് ആ കുട്ടി അതിൻ്റെ തിയറി അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിട്ടുണ്ടാവണം. 2 ആ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുള്ള കഴിവും കൂടെ കുട്ടിക്ക് വേണം. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് മാർക്കാണ് കൊടുക്കുക. അപ്പോൾ ഒരു 10 മാർക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു 2 മാർക്കായിരിക്കും ഇക്വേഷൻ എഴുതുന്നതിന്, ബാക്കി 8 മാർക്ക് പ്രോബ്ലത്തിനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഓപ്പറേഷണൽ വാലിഡിറ്റി. എന്തിനാണോ നമ്മൾ പരീക്ഷ നടത്തുന്നത്, എന്ത് ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ചെയ്യണോ നമ്മൾ പരീക്ഷ നടത്തുന്നത് അതുപോലുള്ള ക്വസ്റ്റ്യൻസേ അതിൽ പാടുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിലൊക്കെ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പോകുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാ ലെവലിലുള്ള കുട്ടിയുടെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടിയുടെ ആ ലെവൽ അറിയണം. അതായത് ഷോർട്ട് ആൻസറും ലോങ് ആൻസറും ഒക്കെ അറിയണം. അതേസമയം കോമ്പറ്റീറ്റീവ് എക്സാംസിന് നമുക്കറിയാം എപ്പോഴും ഒബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. കാരണം അവിടെ നമ്മൾ കൂടുതൽ അവരുടെ ഒബ്ജക്റ്റീവ് റീസണിങ് അല്ലെങ്കിൽ മെൻ്റൽ റീസണിങ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എസ് ആക്കി കഴിഞ്ഞാലത്തെ ഒരു കോൺട്രഡിക്ടറി നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കാരണം അതിൽ ഒരിക്കലും കുട്ടിയുടെ ഒരു അത്രയും ബുദ്ധി അല്ലെങ്കിൽ എന്താ പറയുക സ്പീഡ് ഓഫ് ആൻസറിങ് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവിന് അതൊക്കെയാണോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷണൽ വാലിഡിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്ത് കാര്യത്തിനാണോ നമ്മൾ പരീക്ഷ എടുക്കുന്നത് ആ ക്വസ്റ്റ്യൻ ആയിരിക്കണം അതിനകത്ത് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതൊരു ഓപ്പറേഷണൽ വാലിഡിറ്റിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ പ്രെഡിക്റ്റീവ് വാലിഡിറ്റി, അതായത് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഈ പരീക്ഷയുടെ മാർക്ക് കണ്ടിട്ട് ആ കുട്ടിയുടെ ഒരു ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് മാത്രം ഇട്ടു എന്ന് വെച്ചോ, കുട്ടി പ്രോബ്ലംസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കെന്ത് പറയാൻ പറ്റും, ആ കുട്ടിക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് മാത്രം വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് വേറെ എന്താ ബിഹേവിയർ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ തിയറിയും ന്യൂമറിക്കൽ പ്രോബ്ലംസും അല്ലെങ്കിൽ പടം വരയ്ക്കാനും അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ ഒരു ലെസൺ പ്ലാനിൽ തന്നെ പടം വരയ്ക്കാനുണ്ടെങ്കിൽ അതിൻ്റെ നെയിം എന്താണെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, പടം വരയ്ക്കാൻ പറഞ്ഞിട്ട് ചോദിക്കാം,
പടം ത്തിൽ തെറ്റായിട്ട് ലേബൽ ചെയ്തിട്ട് അത് ചോദിക്കാം. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആകുമ്പം ആ കുട്ടിക്ക് ആക്ച്വലി എന്ത് സ്റ്റൈലാണുള്ളത് അല്ലെങ്കിൽ എന്ത് ലെവലിലാണ് ആ കുട്ടി പഠിച്ചു വെച്ചേക്കണതെന്ന് നമുക്ക് അറിയാൻ പറ്റും. വേറൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീനിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു, അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടു. സെയിം തന്നെ ഒരു പ്രോബ്ലം തന്നിട്ട് അതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പറയുന്നു. ഇത് രണ്ടും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ കുട്ടി പ്രോബ്ലം ചെയ്തില്ലെങ്കിൽ കുട്ടി നമുക്ക് പറയാൻ പറ്റും കുട്ടിക്ക് ചിലപ്പോൾ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി കുറഞ്ഞിട്ടായിരിക്കാം. അതേസമയം ആ കുട്ടി തിയറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ കുട്ടിക്ക് തിയറി അറിയാം. അപ്പോൾ നമുക്ക് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് ആ കുട്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലുള്ളൊരു വേറൊരു പ്രൊഡക്റ്റീവ് വാലിറ്റി വരുന്നതാണ് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിങ്. നമുക്കറിയാം നമ്മളെപ്പോഴും ഒരു ഈസി ക്വസ്റ്റ്യൻസും ആവറേജ് ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഇടണം. അപ്പോൾ അതിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് വാലിറ്റി കൊണ്ടുവരുന്ന ഒരു ഏരിയയാണത്. അപ്പോൾ നമ്മൾ 10 മാർക്കിൻ്റെ ഒരു 3 മാർക്ക് ഈസി ക്വസ്റ്റ്യനാണ് ഇട്ടേക്കണത്, 4 മാർക്ക് ആവറേജ് അല്ലെങ്കിൽ 5 മാർക്ക് ആവറേജ്, 3 ഈസി 5 ആവറേജ് 2 ഡിഫിക്കൽട്ടാണെന്ന് വെച്ചോ. അപ്പോൾ 3 മാർക്ക് കുട്ടി 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, മിക്കവാറും ആ കുട്ടി ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആൻസർ ചെയ്തിട്ടുണ്ടാവുക. അതേസമയം ഒരു 8 മാർക്കുള്ള കുട്ടിക്ക് എന്ത് നമുക്ക് പറയാൻ പറ്റും, നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് ചിലപ്പോൾ ഈസി ആവറേജ് ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം 9 or 10 മാർക്ക് കിട്ടുന്ന കുട്ടിക്കാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ കുട്ടി നല്ല ലെവലിൽ തന്നെ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ 2 തരത്തിൽ, ഒന്ന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക, 2 ഈ ഈസി ആവറേജ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ കുട്ടി എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളൊരു വാലിഡിറ്റിയാണ് കണ്ടൻറ് വാലിഡിറ്റി. കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോംപ്രിഹെൻസീവ്നെസ് പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് എല്ലാ ടോപ്പിക്കിൽ നിന്നും എല്ലാ പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമുക്ക് ചില യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യനേ വരാറില്ല, ചില യൂണിറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനൊക്കെ വരുള്ളൂ, ചിലപ്പോൾ 10 അവേഴ്സിന് പഠിപ്പിച്ചായിരിക്കും ചിലപ്പോൾ 1 മാർക്കൊക്കെ ചോദിക്കുള്ളൂ. അത് ശരിക്കും കണ്ടൻറ് വാലിഡിറ്റിക്ക് എഗെയിൻസ്റ്റാണ്. നമ്മൾ കണ്ടൻറ് വാലിഡിറ്റി നോക്കുമ്പോൾ ഓരോ കണ്ടൻറ്റിൻ്റെയും നേരെ നമുക്ക് കോൺടാക്റ്റ് അവേഴ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റ് അവേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ കണ്ടൻറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇടണം. അതായത് കൂടുതൽ കണ്ടൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ അവേഴ്സുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നാണ്. അപ്പോഴാണ് ആ കണ്ടൻറ് വാലിഡിറ്റി കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ സ്കൂളുകളെ സംബന്ധിച്ച് എന്താണോ ടെക്സ്റ്റിലുള്ളത് അതിൽ നിന്ന് തന്നെ ചോദിക്കണം, അതിൻ്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കൂടുതൽ ചോദിക്കും. ചിലപ്പോൾ അഡീഷണൽ ഇൻഫർമേഷനൊക്കെ സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു 8 വരി പോയം പഠിക്കുമ്പോൾ ചിലപ്പോൾ ആ പോയത്തിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ പരീക്ഷയ്ക്ക് ഒരിക്കലും നമ്മളത് അങ്ങനെ ചോദിക്കരുത്. പരീക്ഷയ്ക്ക് ചോദിക്കേണ്ടത് 8 ലൈനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസോ അതിൻ്റെ കോണ്ടെക്സ്റ്റോ ഒക്കെ ആയിരിക്കണം. അല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു കണ്ടൻറ് വാലിഡിറ്റി ആയിരിക്കില്ല. ചിലപ്പോൾ വേണമെങ്കിൽ അവരോട് ഇമാജിൻ ചെയ്യാൻ പറയാം, പക്ഷേ അതൊരിക്കലും കണ്ടൻറ് വാലിഡിറ്റി പെടുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളെപ്പോഴും കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക്സിന് എന്തോരം വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സാണ് പഠിപ്പിച്ചേക്കണം അതിൽ നിന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെയുള്ളതാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. അതായത് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു പർപ്പസ് വെച്ചിട്ടായിരിക്കും. അതായത് ചിലപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ നോളജ് ചെക്ക് ചെയ്യാനായിട്ടായിരിക്കും വയ്ക്കുന്നത്, ചിലപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യാനായിട്ടായിരിക്കും വയ്ക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിനെ കുറിച്ചിട്ടൊരു ചാപ്റ്റർ പഠിപ്പിച്ചു എന്ന് വെച്ചോ, അല്ലെങ്കിൽ പൊല്യൂഷനെ കുറിച്ചിട്ടൊരു ചാപ്റ്റർ പഠിപ്പിച്ചു എന്ന് വെച്ചോ, അപ്പോൾ വാട്ട് ഈസ് പൊല്യൂഷൻ, വാട്ട് ഈസ് നോയിസ് പൊല്യൂഷൻ അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടൻറ്റിൽ നിന്നുള്ളതായിരിക്കും. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് അതിൽ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയാണ് പ്ലാസ്റ്റിക് ഈസ് ആൻ അൺഅവോയ്ഡബിൾ ഇവിൾ എന്ന് നമ്മൾ പറയും നോർമലി. അതായത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ചീത്തയാണ് പ്ലാസ്റ്റിക്. വാട്ട് ഡു യു കമൻറ്റ് ഓൺ ദിസ്, അല്ലെങ്കിൽ ജസ്റ്റിഫൈ യുവർ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഡു യു എഗ്രി വൈ എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ അതിൽ നമ്മൾ എഴുതുന്നത് ആ കുട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡും കൂടിയാണ്. യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്, അതിൽ പ്ലാസ്റ്റിക് ഒരു ഗുഡ് ഈവിളാണെന്ന് കുട്ടി സമ്മതിക്കുന്നു, അൺഅവോയ്ഡബിൾ ഈവിളാണെന്ന് സമ്മതിക്കുന്നു. അല്ല നോ ഇറ്റ്സ് എ ഗുഡ് തിങ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റിഫിക്കേഷനാണ്, ബട്ട് ഡസൻറ്റ് മീൻ ദാറ്റ് അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ ചില ആറ്റിറ്റ്യൂഡ്സ് നമുക്ക് അറിയാനായിട്ട് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണം. അതായത് ദോ ഇറ്റ് ഈസ് റിട്ടൺ ടെസ്റ്റ്, നമുക്ക് അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കുട്ടിയുടെ അടുത്ത് നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കേറ്റിട്ട് സീറ്ററ്റിനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയൽ ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഹൗ വിൽ യു ബിഹേവ് ആസ് എ ടീച്ചർ ഇൻ ദാറ്റ് സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിയുമ്പം പല സിറ്റുവേഷൻസ് നമുക്ക് തരും. അതൊരു കൺസ്ട്രക്റ്റീവ് ക്വസ്റ്റ്യനാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയൽ ടീച്ചർ എങ്ങനെയായിരിക്കണം ആ ടീച്ചർക്ക് അറിയാം. ആ ടീച്ചർ എവിടെയെങ്കിലും ഫിലോസഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, സൈക്കോളജിയിലൊക്കെ.
സൈക്കോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പ്രാബല്യത്തിൽ വരുത്തും എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകണം എന്നാണ് നമ്മൾ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത്, നമ്മളൊരു സ്കൂളിൽ പുതിയതായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നു, നിങ്ങളൊരു പരീക്ഷ നടത്തുമ്പോൾ ഒരു കുട്ടിയുടെ മാർക്ക് വളരെ കുറവായിട്ട് കാണുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ പല ഓപ്ഷൻസ് കൊടുക്കും. കുട്ടീനെ ചീത്ത പറയും, പാരൻസിനെ ചീത്ത പറയും, എംപോസിഷൻ കൊടുക്കും, കുട്ടിയുടെ അനക്ഡോട്ടൽ റെക്കോർഡ് ചെക്ക് ചെയ്യും. അപ്പോൾ അതിലേതാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അനക്ഡോട്ടൽ റെക്കോർഡ് ചെക്ക് ചെയ്യുക. കാരണം നമുക്കറിയാം ഒരു കുട്ടീനെ ഒബ്സർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടീനെ നമ്മൾ എന്തെങ്കിലും അഡ്വൈസ് ചെയ്യണേനോ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നതിനോ മുന്നേ ആ കുട്ടി ആരാന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു ടെക്നിക്കാണ് അനക്ഡോട്ടൽ റെക്കോർഡ്. അല്ലാണ്ട് വേഗം ചീത്ത പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുകയല്ല ചെയ്യേണ്ടത്. പേരൻസിനെ വിളിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ അനക്ഡോട്ടൽ റെക്കോർഡ് ചെക്ക് ചെയ്യണം. കാരണം നോർമലി ആ കുട്ടി മോശം കുട്ടിയാണെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ പഴയ കുട്ടിയുടെ പ്രീവിയസ് റെക്കോർഡ്സൊക്കെ ചെക്ക് ചെയ്യുക, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു കാര്യം, നമ്മൾ പുതിയതായിട്ടൊരു സ്കൂളിൽ ചെല്ലുന്നു, നമുക്കൊരു ഇൻചാർജ് ഡ്യൂട്ടി തരുന്നു, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്കൂളിൻ്റെ സാമ്പിൾ എടുക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഇൻചാർജിനോട് ചോദിക്കുന്നു. അപ്പോൾ അതിലും ഉള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇൻചാർജിനോട് ചോദിക്കണം, അല്ലെങ്കിൽ സ്കൂളിലെ പഴയ റെക്കോർഡ് എടുത്ത് നോക്കണം. അതും ഒരു സ്കൂൾ പ്രൊഫൈൽ അറിയാമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ മറ്റേ സ്കൂളിൽ പോയപ്പോൾ സ്കൂൾ പ്രൊഫൈലൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ അതൊക്കെ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിനൽ വേരിയബിൾസാണ്. അത് കൺസ്ട്രക്റ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചിലതിലൊക്കെ ചോദിക്കാം. അതായത് ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ കുട്ടിയുടെ എന്താ പറയുക അപ്രോച്ചൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. അപ്പോൾ ഇത്രയും ഈ ക്ലാസ്സിൽ, ബാക്കി അടുത്തത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. താങ്ക് യു.